നിങ്ങൾ ഫാമിലിയായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം നിങ്ങളുടെ കൊച്ചുകുട്ടി ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയുകയും ആ ഷോപ്പിൽ ആകെപ്പാടെ സീനൊക്കെ ആക്കി ചില സമയത്ത് നമ്മൾ പോലും ഭയങ്കര എംബാരസ്ഡ് ആയി പോകും. നമുക്ക് പോലും ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചില കുട്ടികൾ ഉണ്ടാവും. നിങ്ങളുടെ കുട്ടി അങ്ങനെ ചെയ്യാറുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നേ, സാധനങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു കുട്ടി, ആ കുട്ടി ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ ശ്രദ്ധിക്കാൻ കാരണം. അപ്പോൾ എന്തോ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേരൻറ്റിൽ അമ്മ ആ കുട്ടിയോട് പറ്റത്തില്ല, തരത്തില്ല എന്നുള്ള രീതിയിൽ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നു. അവസാനം കുട്ടി തറയിൽ കിടന്ന് ഉരുളുന്നു, അമ്മയുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കുന്നു, അച്ഛൻ സൈഡിലുണ്ട്, അച്ഛനെ അടിക്കുന്നു. ഭയങ്കര സീനായിരുന്നു. അവസാനം സഹി കെട്ടിട്ട് ഈ അച്ഛൻ കുട്ടി എന്താണോ ചോദിച്ചത് മേടിച്ചു കൊടുത്തു. അതൊരു ചിപ്സിൻ്റെ ഒരു പാക്കറ്റായിരുന്നു. സാധനം കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നേരം നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി ആ പരിപാടി അങ്ങ് നിർത്തി. ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ പേരൻസിൻ്റെ കൂടെ അങ്ങ് പോകുന്നതാണ് കണ്ടത്. പലപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ടല്ലേ? പക്ഷേ ഈ പേരൻ്റ് ചെയ്തത് ശരിയാണോ? നമ്മളും പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധനം അങ്ങ് മേടിച്ചു കൊടുക്കും. ഈ ചെയ്യുന്നത് ശരിയാണോ? നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുട്ടിക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്താ അറിയാം? കുട്ടിയുടെ മൈൻഡിലേക്ക് വരുന്ന ഇൻപുട്ട്, ഞാൻ കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബഹളം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഡ്രാമയൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം എനിക്ക് സാധിച്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. അമ്മ നോ പറഞ്ഞൊരു കാര്യം അച്ഛൻ വാങ്ങിക്കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം കുട്ടിയെ സംബന്ധിച്ചോളം അച്ഛനും അമ്മയും ഒരൊറ്റ യൂണിറ്റാണ്. ആ പേരൻ്റ് അവർ രണ്ടുപേരും എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക്, അച്ഛൻ പറയുന്നതിനപ്പുറത്തേക്ക് അമ്മയും പോകത്തില്ല, അമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അച്ഛനും പോകില്ല. കാരണം രണ്ടുപേരും ഒരുമിച്ചാണ് ഈ കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുന്നത്. കുട്ടിയുടെ മൈൻഡിൽ ഒരു വേർവ്യത്യാസം വരും. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം നടക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ആവാൻ പാടില്ല. ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഒരേ ഒരു കാര്യമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ കുട്ടി വാശി പിടിക്കുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ കുട്ടിയുടെ ഹൈറ്റിലേക്കൊന്ന് മുട്ടുമടക്കി താന്നിരിക്കുക. എന്നിട്ട് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കണം. നിങ്ങൾ ആ കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്ന അതേ സിറ്റുവേഷനിൽ, അതേ നിമിഷത്തിൽ ആ കുട്ടിയുടെ അതേ ഹൈറ്റിലിരിക്കുക. വേണമെങ്കിൽ അച്ഛനായാലും അമ്മയായാലും ഒന്ന് മുട്ടുമടക്കി ഒന്ന് കുട്ടിയുടെ നേരെ ഹൈറ്റിലിരിക്കുക. കണ്ണിൽ നോക്കിയിട്ട് പറയുക, മോനെ കരയണ്ട. കണ്ണിൽ നോക്കി സംസാരിക്കണം. കരയണ്ട. മകന് അല്ലെങ്കിൽ മോനെ, നിനക്കിതിപ്പോൾ ആവശ്യമില്ല, ആവശ്യമുള്ളപ്പോൾ അച്ഛൻ വാങ്ങിത്തരും, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ അമ്മ വാങ്ങിത്തരും എന്നുള്ളൊരു അഷ്വറൻസ് കൊടുക്കുക. അതായത് കുട്ടിയുടെ ബ്രെയിനിലേക്ക് കൊടുക്കേണ്ട അഷ്വറൻസ് എന്താ അറിയാമോ? മോനെ, നിനക്ക് എന്താണോ ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് അച്ഛനും അമ്മയും ഉറപ്പായിട്ടും വാങ്ങി തന്നിരിക്കും. നീ വാശി പിടിക്കുന്നതും നിൻ്റെ ചിന്തകൾക്കും അതീതമായിട്ട് നിനക്ക് എന്താണോ വേണ്ടുന്നത് അത് ചെയ്തു തരാൻ ഞങ്ങളുണ്ട്, ഞങ്ങളത് ചെയ്ത് തന്നിരിക്കും എന്നൊരു അഷ്വറൻസ് ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കാൻ സാധിക്കണം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്നോടും കൂടെ ഒന്ന് പങ്കുവെക്കൂ.